ഗൈസ് ഫൈനലി 4.2 അപ്ഡേറ്റ് BGML ഒരു 3-4 ദിവസത്തിനുള്ളിൽ വരും. സോ ഇവന്റ് വരുന്നതിന് മുന്നേ ഇവന്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന ഇവന്റിനെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. എവിടൊക്കെയാണ് ഇവന്റ് ഉള്ളത്, എല്ലാ ഇവന്റിലും റീകോൾ ഉണ്ടോ, ഏതൊക്കെയാണ് ഇവന്റിലെ പുതിയ പവേഴ്സ്, പുതിയതായിട്ട് വരുന്ന കമ്പാനിയനെ എങ്ങനെയാണ് യൂസ് ആക്കേണ്ടത്, എവിടെ ചെന്ന കമ്പാനിയനെ കിട്ടും, പിന്നെ ഈ റാങ്കിലുള്ള എല്ലാ ഫീച്ചേഴ്സും ലിവിക്കിൽ ഉണ്ടാവുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ ഗൈസ് ഇതാണ് നമ്മുടെ പ്രൈംവുഡ് ജെനസിസ് തീംഡ് മോഡിന്റെ ലോബി. ഗൈസ് ലോബിയിൽ നേരെ ഫ്രണ്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ബിൽഡിംഗിൽ അതൊരു എൻട്രി ഗേറ്റ് ആണ്. അതിന്റെ സൈഡിലായിട്ടൊക്കെ കുറച്ച് നേച്ചർ രീതിയിലുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൈംവുഡ് ജെനസിസ് തീംഡ് മോഡിന്റെ പ്ലെയിൻ ആനിമേഷൻ മാറിയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതാണ് നമ്മുടെ പുതിയ മോഡിന്റെ പ്ലെയിൻ ആനിമേഷൻ. ഗൈസ് ഇനി മാപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടലി 5 ഇവന്റ്സ് കാണാൻ പറ്റും. 5 മെയിൻ ഇവന്റോ? അതെ ഗൈസ്, ഈ അപ്ഡേറ്റിൽ ടോട്ടലി 5 മെയിൻ ഇവന്റ്സ് ഉണ്ട്. നമ്മുടെ മിലിറ്ററി ബേസ്, മിൽട്ട, പോച്ചിങ്കി, യസ്നയ, ജോർജ് പൂൾ, ഈ 5 മെയിൻ ഇവന്റ് ലൊക്കേഷൻസും ഞാൻ നിങ്ങൾക്ക് ക്വിക്കായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മിലിറ്ററി ബേസിലെ മെയിൻ ഇവന്റ്. ഗൈസ് ബാക്കിയുള്ള മെയിൻ ഇവന്റ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ മിലിറ്ററി ബേസിലെ മെയിൻ ഇവന്റ് കുറച്ചും കൂടെ ഓപ്പണാണ്. നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ സീ ബിൽഡിങ്ങിന്റെ സൈഡിലുള്ള ചെറിയ 4 ബിൽഡിങ്സ് ഉണ്ടായിരുന്നില്ലേ, അവിടെയാണ് നമ്മുടെ മെയിൻ ഇവന്റിന്റെ മെയിൻ ആയിട്ടുള്ള ബിൽഡിംഗ് ഉള്ളത്. പിന്നെ ഒരു ബിൽഡിംഗും കൂടെ ഉണ്ട്, അത് സീ ബിൽഡിങ്ങിന്റെ അപ്പുറത്തെ സൈഡിലാണ്. പിന്നെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. നിങ്ങൾ സ്കൈ കണ്ടോ? സ്കൈക്കൊക്കെ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജോർജ് പൂൾ നോക്കാം. ജോർജ് പൂളിലെ മെയിൻ ഇവന്റിന്റെ മെയിൻ ബിൽഡിംഗ് വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്, നമ്മുടെ അപ്പാർട്ട്മെന്റ്സിന്റെ ഒക്കെ നേരെ ഫ്രണ്ടിലായിട്ട്. ഈ ബിൽഡിങ്സ് മൊത്തം കാണുമ്പോൾ എനിക്ക് നമ്മുടെ ഗോൾഡൻ ഡിനാസ്റ്റി മോഡ് ഉണ്ടായിരുന്നില്ലേ, നമ്മുടെ കത്തിയുടെ പവറൊക്കെ ഉള്ള മോഡ്, ആ മോഡിലെ ബിൽഡിങ്സുമായിട്ട് ഒരു 70% സിമിലാരിറ്റി തോന്നുന്നുണ്ട്. ഇനി നമ്മുടെ ജോർജ് പൂളിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കുറച്ച് പുതിയ ബിൽഡിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ കുറച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ, എന്നാലും അപ്പാർട്ട്മെന്റ്സിന്റെ മണ്ടിരിക്കുന്നവർക്ക് ഈസി ആയിട്ട് ഇവിടെയുള്ളമാരെ അടിക്കാൻ പറ്റുവേ. ഇനി നമുക്ക് മിൽട്ടയിലെ മെയിൻ ഇവന്റ് നോക്കാം. മിൽട്ടയിലെ മെയിൻ ഇവന്റ് നേരത്തെ നമ്മൾ കണ്ട 2 മെയിൻ ഇവന്റ്സും വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50% കൂടെ ചെറുതാണ് കേട്ടോ. ഇവിടെ മെയിനായിട്ട് വേറൊരു ബിൽഡിങ്ങും കൊടുത്തിട്ടുണ്ട്, സൈഡിലായിട്ട് വേറെ കുറച്ച് ചെറിയ ബിൽഡിങ്സും ഉണ്ട്. അതല്ലാണ്ട് മിൽട്ടയിൽ വേറെ വലുതായിട്ടുള്ള ചേഞ്ചസോ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് യസ്നയിലെ മെയിൻ ഇവന്റ് നോക്കാം. നമ്മൾ നേരത്തെ കണ്ട 3 മെയിൻ ഇവന്റ്സിനെയും കണ്ടി ഡിഫറെന്റ് ആണ് ഗൈസ് യസ്നയിലെ മെയിൻ ഇവന്റ്. നമ്മുടെ പഴയ ചർച്ചിന്റെ അവിടെ പുതിയൊരു ബിൽഡിംഗ് വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ തൊട്ട് റൈറ്റിലായിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു ബിൽഡിംഗും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ അപ്പാർട്ട്മെന്റ്സിന്റെ അപ്പുറത്തെ സൈഡിലേക്കും പുതിയ കുറച്ചും കൂടെ ബിൽഡിങ്സ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട എല്ലാ ഇവന്റ്സും വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇനി നമുക്ക് പോച്ചിങ്കിയിലുള്ള മെയിൻ ഇവന്റ് നോക്കാം. പോച്ചിങ്കിയിലും ചർച്ചൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം പോച്ചിങ്കിയിലാണ് ഏറ്റവും വലിയ മെയിൻ ഇവന്റ് ഉള്ളത്. പോച്ചിങ്കിയുടെ സെന്ററിൽ വന്നു കഴിഞ്ഞാൽ റോഡിന്റെ അപ്പുറത്തെ സൈഡിലുള്ള ബിൽഡിങ്സിന്റെ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു മെയിൻ ഇവന്റ് കാണാം. പിന്നെ ഈ 3 സ്റ്റോറിയുടെ തൊട്ട് പുറകിലും നമ്മുടെ ആ ട്രയാങ്കിൾ ഏരിയയിലും കുറച്ചും കൂടെ അധികം ബിൽഡിങ്സ് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പോച്ചിങ്കിയാണ് ഏറ്റവും വലിയ മെയിൻ ഇവന്റ് ഉള്ള ലൊക്കേഷൻ. ഇവന്റിലെ പവേഴ്സ് കുറച്ച് ഷോ ആണെങ്കിലും ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എല്ലാ പ്രാവശ്യം ഓരോ ഇവന്റ് വരുമ്പോഴും എല്ലാവരും ഇവന്റിൽ ഇറങ്ങും, അതല്ലാണ്ട് മെയിൻ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ ഇറങ്ങും. നമ്മുടെ മിൽട്ടയിലും ജോർജ് പൂളിലും ഒക്കെ സോൺ വരുമ്പോൾ പോകുന്ന അല്ലാണ്ട് നമ്മൾ ആരും അങ്ങനെ പോകാറില്ലായിരുന്നു. എന്തായാലും ഈ അപ്ഡേറ്റ് വരുന്നതോടെ അതിനൊരു മാറ്റമുണ്ട്, എല്ലാവരും എല്ലാ ലൊക്കേഷൻസിലും ഇറങ്ങും. പിന്നെ ഗൈസ് ഏറ്റവും മെയിൻ ആയിട്ടൊരു കാര്യം, ഈ 5 മെയിൻ ഇവന്റ്സിൽ നിങ്ങൾ ഏത് മെയിൻ ഇവന്റ്സിൽ ഇറങ്ങിയാലും നിങ്ങൾക്ക് ഓട്ടോ റീകോൾ കിട്ടും. ഇനി നിങ്ങൾ മാപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡാർക്ക് യെല്ലോ കളറിൽ ഒരു ട്രീ കൊടുത്തേക്കുന്നതാണ്. ആ ഒരു ലൊക്കേഷനിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഇലയെല്ലാം പൊഴിഞ്ഞ് ഉണങ്ങിപ്പോയൊരു മരം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന്റെ അടുത്തെത്തി കഴിയുമ്പോഴും ഇതിന്റെ മേളിലോട്ട് കയറാനുള്ള പാത്വേസും കാര്യങ്ങളൊന്നും കാണില്ല. പക്ഷെ ഇവിടെ വേക്ക് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. ഇത് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു ആനിമേഷൻ കാണിക്കും. ഇത് നമുക്ക് ഗ്രൂട്ടുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഈ ആനിമേഷൻ കഴിയുമ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റെയർ അപ്പിയർ ആവും. ഇത് കയറി മേളിലേക്ക് ചെല്ലുക, ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇത് സ്റ്റാർട്ട് ആക്കുക. അപ്പം എന്താ ഇതുപോലൊരു ആനിമേഷൻ കാണിക്കും. സംഭവത്തിന്റെ വലിയ ആവശ്യമൊന്നുമില്ല, എന്നാലും ട്രാൻസ്ഫോമേഴ്സ് മോഡ് വന്നപ്പോൾ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലേ, അതുപോലെ ഗ്രൂട്ടിന്റെ കൂടെ സെൽഫി എടുക്കണമെന്നുള്ളവർക്ക് ഇവിടെ വരാം. ഇനി നിങ്ങൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ ഒരു റെഡിഷ് യെല്ലോ കളറിൽ ഒരു ലൊക്കേഷനും കൂടെ കൊടുത്തേക്കുന്നതാണ്. ഈ ലൊക്കേഷനിലേക്ക് വരുമ്പോൾ റോക്ക് കൊണ്ട് പണിത് വെച്ചിട്ടുള്ള ഒരു എലിഫന്റിന്റെ മോണുമെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ വലിയ പ്രത്യേകതയൊന്നുമില്ല, ഇവിടെ നിങ്ങൾക്ക് സാധാ ഓരോ ബിൽഡിങ്സിൽ നിന്നൊക്കെ കിട്ടുന്ന കണക്കുള്ള റാൻഡം ലൂട്ട് കിട്ടും. പിന്നെ ഇത് മൊത്തത്തിൽ കാണാൻ ഒരു ഡിഗ് സൈറ്റ് ഒക്കെ കണക്കുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ കോറിയിലും സ്കൂളിലുമായിട്ട് നിങ്ങൾക്ക് റെഡ് കളറിലുള്ള ഒരു ലൊക്കേഷൻ കാണാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് സ്കൂളിൽ ഇറങ്ങി കാണിച്ചു തരാം. സ്കൂളിന്റെ സെൻട്രലായിട്ടുണ്ടോ ഒരു ഫ്ലവർ, ഇതാണ് കറപ്റ്റിംഗ് ഫ്ലവർ.
ഇനി ഇതൊരു ടിപ്പായിട്ട് കൂട്ടിക്കോ, ഒരിക്കലും നിങ്ങൾ ഇതിന്റെ താഴെ പോയി നിന്ന് ഫയർ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ താഴെ നിന്ന് ഫയർ ചെയ്താലും ശരി, ഈ മേളിലായിട്ടൊരു ബഡ് കണ്ടോ, ഒരു ഓറഞ്ച് റെഡിലുള്ള ഒരു ബഡ്. നിങ്ങൾ ഫയർ ചെയ്യുമ്പോൾ എപ്പോഴും അതിനകത്ത് മാത്രം ഫയർ ചെയ്യുക. താഴെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം എടുക്കും ഈ ഒരു ഫ്ലവറിനെ നിങ്ങൾക്ക് ഡിഫീറ്റ് ആക്കാൻ. അങ്ങനെ ഇതിനെ ടോട്ടലി ഫയർ ചെയ്ത് ഡിഫീറ്റ് ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ സെൻട്രലായിട്ട് താഴെ ഒരു ക്രേറ്റ് അൺലോക്ക് ആവും. ഈ ക്രേറ്റിൽ നിന്ന് നിങ്ങൾക്ക് മിക്കവാറും പീനേണ്ടിയോ അല്ലെങ്കിൽ MG3 കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല നമ്മുടെ ഹണി ബാഡ്ജറിന്റെ പുതിയ വെപ്പണും കിട്ടും, പിന്നെ നല്ല ലൂട്ടും കിട്ടും. ഇനി ഇതേ ഫ്ലവേഴ്സിന്റെ ഒരു 30% സൈസിലുള്ള ഫ്ലവേഴ്സ് എല്ലാ മെയിൻ ഇവന്റ്സിന്റെ സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാലും കാണാൻ പറ്റും. ഇതിനെ ഡിഫീറ്റ് ആക്കുമ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലൂട്ട് അതിൽ നിന്ന് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ആ ക്രേറ്റിനകത്ത് നിന്ന് കിട്ടുന്ന ഹണി ബാഡ്ജർ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമുക്ക് ആ ക്രേറ്റിൽ നിന്ന് കിട്ടുന്ന ഹണി ബാഡ്ജർ. ഇതിന് 2 മോഡ് ഉണ്ട്. ഇത് എക്വിപ്പ് ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് സ്ക്രീനിൽ വേറൊരു ബട്ടൺ കാണാൻ പറ്റും. അതാണ് ഇതിന്റെ ആമോ ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ. ഇനി നിങ്ങൾ നോർമലി ഫയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹണി ബാഡ്ജർ നോർമലി എങ്ങനെയാണോ യൂസ് ആക്കുന്നത് അതുപോലെ യൂസ് ആക്കാൻ പറ്റും. ഇനി നിങ്ങൾ ഈ ഒരു ആമോ ചേഞ്ച് ആക്കിയിട്ട് ഫയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫയർ ചെയ്യാനും പറ്റും. ഇത് നിങ്ങൾക്ക് ഇതുപോലെ ക്ലോസ് റേഞ്ചിലും ഫയർ ചെയ്യാം, പിന്നെ ഇതുപോലെ ലോങ് റേഞ്ചിലും ഫയർ ചെയ്യാം. ഇനി ഈ ഗണ്ണിന് വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട്. ഈ സ്പെഷ്യൽ ബുള്ളറ്റ് യൂസ് ചെയ്ത് നമ്മൾ ക്ലോസ് റേഞ്ചിൽ ഫയർ ചെയ്യുമ്പോൾ ഈ ബുള്ളറ്റ് ബ്ലാസ്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിന്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുണ്ട് നമ്മുടെ ലൈഫ് ഇൻക്രീസ് ആവും, ആ റേഞ്ചിലുള്ള എനിമിക്ക് ഡാമേജ് കിട്ടും. ഇപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടോ. ഇനി വേറൊരു മെയിൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മെയിൻ ഇവന്റിന്റെ സൈഡിലും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലൊരു ആനിമലിനെ കാണാൻ പറ്റും. ഇത് നമ്മുടെ പുതിയ മോഡലുള്ള ഒരു വെഹിക്കിൾ ആണ്. ഇതിന്റെ പേരാണ് ചെറി ബ്ലോസം ഡിയർ. ഈ ഒരു ഡിയറിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് 90 km/h സ്പീഡിന് ട്രാവൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുമാത്രമല്ല ഇതിന്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ ചാടും കേട്ടോ. പിന്നെ ഇവിടെ HDR ഇട്ടേക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കൂടെ കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ട്രാവൽ ചെയ്ത വന്ന പാത്തിലായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഒരു എഫക്റ്റ് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന പവേഴ്സ് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന പവറാണ് ഫ്ലോറ വിങ്സ്. ഇതൊരു ഫ്ലൈയിങ് പവർ ആണ്. ഇതിന്റെ എബിലിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് 2 എബിലിറ്റീസ് ആണ് ഉള്ളത്. ബീറ്റ വെർഷൻ വന്നപ്പോൾ ഇതിൽ 3 എബിലിറ്റീസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു എബിലിറ്റി ഇവർ ക്യാൻസൽ ചെയ്തു കേട്ടോ. ഇപ്പൊ ഇതിന് ടോട്ടലി 2 എബിലിറ്റീസേ ഉള്ളൂ. അതിലൊരെണ്ണം ഫ്ലൈയും ഒരെണ്ണം ലാൻഡും. അപ്പൊ തന്നെ മനസ്സിലായി കാണുമല്ലോ, ഇതിൽ ഫ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഉയരത്തിലേക്ക് പറക്കാൻ പറ്റും. അടുത്തത് ലാൻഡ് ആണ്. ലാൻഡ് നിങ്ങൾ എവിടേക്കാണോ എയിം ചെയ്തിട്ട് കൊടുക്കുന്നത് ആ ഒരു ലൊക്കേഷനിലേക്ക് ഇതുപോലെ ലാൻഡ് ആവും. ഇത് നമ്മുടെ ഒരു പ്രീവിയസ് അപ്ഡേറ്റിലെ എബിലിറ്റി ആയിട്ട് സിമിലർ ആണ് കേട്ടോ. ഇനി നിങ്ങൾ ഇതിൽ ഫ്ലൈ ചെയ്യുന്ന ടൈമിൽ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു ബാർ കാണാൻ പറ്റും. ഈ ബാർ ഇതുപോലെ മിന്നി കത്താൻ തുടങ്ങി കഴിഞ്ഞാൽ അതായത് നിങ്ങളുടെ എനർജി തീരാറായി എന്നാണ് അതിന്റെ അർത്ഥം. എനർജി തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഓട്ടോമാറ്റിക്കലി താഴേക്ക് ഇറങ്ങും. ഈ എനർജി ഫുൾ ആവാനായിട്ട് ടോട്ടലി 30 സെക്കൻഡ്സ് എടുക്കും. എന്നാലേ നിങ്ങൾക്ക് കുറച്ചും കൂടെ ദൂരത്തേക്ക് പറക്കാൻ പറ്റും. ഈ ഷോർട്ട് ഡിസ്റ്റൻസിലേക്കാണ് നിങ്ങൾക്ക് പറക്കാനുള്ളതെന്നുണ്ടെങ്കിൽ 10 സെക്കൻഡ്സ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറക്കാൻ പറ്റും. അടുത്ത മെയിൻ ആയിട്ടുള്ള ഒരു പവറാണ് ഐ പവർ. മാച്ച് സ്റ്റാർട്ടായി കുറച്ച് കഴിയുമ്പോൾ മാപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഒരു പോർട്ടൽ ഓപ്പൺ ആയി എന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണാൻ പറ്റും. ഒരു 2 മിനിറ്റ്സ് ടൈമർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ആ ടൈമർ തീരുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ലൊക്കേഷനിലെത്തി നിങ്ങൾ എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ നിങ്ങൾ ഇതുപോലൊരു ഇന്റർഫേസിലേക്കായിരിക്കും പോവുക. ആ ഒരു ആനിമേഷൻ കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലൊരു ലൊക്കേഷനിലെത്തും. ഇത് കാണാൻ അത്യാവശ്യം വൈബ് സ്ഥലമാണ്. ഇവിടെ ഓൾറെഡി മേളിൽ കൊടുത്തിട്ടുണ്ട് ഫോളോ ദ ഗൈഡ് ടു ദ ടെമ്പിൾ ടു ഒബ്റ്റെയിൻ ദ പ്രൈം ഐ. ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ടെമ്പിൾ കാണാൻ പറ്റും. ആ ടെമ്പിളിലേക്ക് നിങ്ങൾ പോവുക. അതിൽ ഫ്ലോറ വിങ്സ് പവർ ഉണ്ടെങ്കിൽ ഇതുപോലെ പറന്ന് സ്പീഡിൽ പോയാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവഴി ഓടിപ്പോണ്ടി വരും. നേരെ നിങ്ങൾ ഈ ടെമ്പിളിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ടെമ്പിൾ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഡോർ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ ആ ഡോർ ഓപ്പൺ ചെയ്യുക. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും ഇതുപോലൊരു ആനിമേഷൻ കാണിക്കും. ആനിമേഷൻ തീരുമ്പോൾ നിങ്ങൾ ഇതുപോലൊരു ലൊക്കേഷനിലെത്തും. ഇതിന് സെൻട്രലായിട്ട് നമ്മുടെ ഇറാങ്കലിന്റെ ഫുൾ ആയിട്ടുള്ളൊരു മാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുമേ. ആ മാപ്പിന്റെയും സെൻട്രലായിട്ട് നിങ്ങൾക്ക് പ്രൈം ഐയുടെ പവറും കാണാൻ പറ്റും. ജസ്റ്റ് അതിന്റെ അടുത്തേക്കല്ല ഓപ്പൺ കൊടുക്കുക. ഇപ്പൊ നിങ്ങളാണ് പ്രൈം ഐയുടെ ഓണർ. നമ്മളെ പൗനിനെ എക്യുപ്പ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും സ്ക്രീനിൽ നോട്ടിഫിക്കേഷൻ ചെല്ലുന്ന പോലെ പ്രൈം ഐ എക്യുപ്പ് ചെയ്യുമ്പോഴും എല്ലാവരുടെയും സ്ക്രീനിൽ നോട്ടിഫിക്കേഷൻ ചെല്ലും കേട്ടോ. ഇത് എക്യുപ്പ് ചെയ്തതിനു ശേഷം ഇവിടുന്ന് എക്സിറ്റ് ആവാൻ വേണ്ടി ജസ്റ്റ് നിങ്ങൾക്ക് ഏത് ലൊക്കേഷനിലോട്ടാണോ പോകേണ്ടത് അവിടേക്ക് സെലക്ട് ഏരിയ കൊടുക്കുക. താഴേക്ക് ടെലിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്, അതിൽ പ്രസ് ചെയ്യുക. നമ്മളിപ്പോൾ ഇവിടെ പോച്ചിങ്ങിയുടെ ഒരു സൈഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് ഈ ഒരു പ്രൈമറി യൂസ് ആക്കാനായിട്ട് പവേഴ്സിന്റെ സെക്ഷനിൽ നിന്ന് പ്രൈമറി സെലക്ട് ചെയ്താൽ മാത്രം മതി. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലൊരു ആനിമേഷൻ കാണിക്കും. ഇവിടെ തന്നെ ഇത് യൂസ് ആക്കേണ്ട പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ടോട്ടലി 4 പവേഴ്സ് കാണാൻ പറ്റും. അതിലെ ഫസ്റ്റ് പവറാണ് ബാരിയർ. ഇത് യൂസ് ആക്കാനായിട്ട് ജസ്റ്റ് ഏത് ലൊക്കേഷനിലാണോ നിങ്ങൾക്ക് ബാരിയർ പ്ലേസ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക, പ്ലേസ് കൊടുക്കുക. ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാരിയറിന്റെ ഉള്ളിൽ നിങ്ങൾ നിൽക്കുമ്പോൾ പുറത്തുനിന്ന് ഫയർ ചെയ്യുന്ന എനിമീസിന്റെ ബുള്ളറ്റ്സ് ഒന്നും ഈ ബാരിയറിന്റെ ഉള്ളിലേക്ക് വരില്ല. സോ ഇത് അത്യാവശ്യം നൈസ് ഒരു പവറാണ് കേട്ടോ. അടുത്ത നമുക്ക് കറപ്റ്റിംഗ് ഫ്ലവർ യൂസ് ആക്കി നോക്കാം. ഇത് ഞാൻ ഈ ഒരു സ്കോഡോസിന്റെ സൈഡിലേക്ക് പ്ലേസ് ചെയ്തു. ഇനി ഞാൻ ഇങ്ങോട്ട് വന്ന് കാണിക്കാം നിങ്ങളെ. ഇവിടെ ഇപ്പം നിങ്ങൾ കണ്ട 3 ചെറിയ കറപ്റ്റിംഗ് ഫ്ലവേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മളെ അറ്റാക്ക് ചെയ്യില്ല. എനിമീസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ഇത് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു സാധനം കൊടുത്ത് ഡാമേജ് കൊടുക്കാൻ മാത്രമല്ല എനിമീസിനെ ഡിസ്ട്രാക്ട് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. ഇതിന് ഒരു ഇമ്പോർട്ടന്റ് സംഭവം പറഞ്ഞുതരാം. ഇതിൽ നിങ്ങൾ ഏത് പവേഴ്സ് യൂസ് ചെയ്യുമ്പോഴും പവേഴ്സിനെല്ലാം ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പോയിന്റ്സ് ഒരു ടൈം യൂസ് ചെയ്യാനും കൊടുത്തിട്ടുണ്ട്. 100 പോയിന്റ്സ് ആണ് നമ്മൾ സിംഗിൾ ടൈം യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 100 പോയിന്റ്സിനുള്ളിലുള്ള എത്ര പവേഴ്സ് വേണേലും സിംഗിൾ ടൈം നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് മെയിൻ ആയിട്ട് വേറൊരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിംഗ് പവറാണ്.
ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഡാമേജ് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് പ്രൈമറി ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഹീൽ കൊടുത്തു. എന്തായാലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, കറക്റ്റ് ടൈമിൽ തന്നെ എന്നെ ഒരുത്തൻ നോക്കാക്കും കേട്ടോ. അപ്പോൾ ഗൈസ് ഈ ഹീലിന്റെ സർക്കിളിന്റെ ഉള്ളിൽ നമ്മൾ നോക്കായാലും നമുക്ക് ഓട്ടോമാറ്റിക്കലി റിവൈവ് ചെയ്യാനും പറ്റും. ഇവിടെ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഞാൻ ഓട്ടോ റിവൈവ് കഴിയുമ്പോഴും എൻ്റെ ലൈഫ് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഹീലാവുന്നത്. ഇതിന് പ്രൈമറി ആയിട്ടുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ പവർ എന്ന് പറയുന്നത് ടെലിപ്പോർട്ടേഷൻ ആണ്. അപ്പോൾ ഇത് യൂസ് ആക്കാനായിട്ട് നിങ്ങൾക്ക് ഏത് സ്ഥലത്തു നിന്ന് ഏത് സ്ഥലത്തോട്ടാണോ ടെലിപ്പോർട്ട് ആവാനുള്ള ആ 2 ലൊക്കേഷൻസ് നിങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ ഞാൻ പ്രൈമറി ഓപ്പൺ ആക്കിയിട്ട് ഞാൻ നിൽക്കുന്ന ലൊക്കേഷനും സെലക്ട് ചെയ്തു, ആ സ്ക്വാഡ് ഹൗസിന്റെ അപ്പുറത്തെ സൈഡും സെലക്ട് ചെയ്തു. ഇനി പ്രൈമറിന്ന് എക്സിറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ടെലിപ്പോർട്ട് ആയി കാണിച്ചു തരാം. ഇവിടെ എക്സിറ്റ് ആകുമ്പോൾ തന്നെ നിങ്ങൾ റൈറ്റിൽ കണ്ടോ, അത് നമ്മൾ ടെലിപ്പോർട്ടേഷൻ പോർട്ടൽ ഓപ്പൺ ആക്കിയെടുത്ത് ഒരു പോർട്ടൽ വന്നിട്ടുണ്ട്. ടെലിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് കൊടുക്കുമ്പോൾ നമ്മളതേ സ്ക്വാഡ് ഹൗസിന്റെ അപ്പുറത്തെ സൈഡിലെത്തി. അപ്പോൾ ഈ ഒരു പവർ യൂസ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് എനിമീസിന്റെ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ ഫ്ലാങ്ക് ചെയ്ത് വന്ന് എനിമീസിനെ അടിക്കാൻ പറ്റും. ഇനി 30 സെക്കൻഡ്സ് ആണ് ഇതിന്റെ ടൈം. നിങ്ങൾക്ക് വേണമെങ്കിൽ എനിമീസിനെ ഫയർ ചെയ്തിട്ട് വീണ്ടും തിരിച്ച് പഴയ ലൊക്കേഷനിലേക്ക് പോകാനും പറ്റും. ഗൈസ് ഇനി ഈ പ്രൈമറിയുടെ പവേഴ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹീലും ടെലിപ്പോർട്ടും ആണ്. ഹീലിംഗ് പവർ നമ്മളൊരു ഫൈറ്റ് എടുക്കുന്ന ടൈമിൽ എത്ര നമുക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷനിലും കൂടെ കാണിച്ചു തരാം. ഇവിടെ എൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരുത്തന്നെ ഉണ്ടായി. അവൻ എന്നെ സ്പോട്ട് ആക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ നിൽക്കുന്ന ലൊക്കേഷനിൽ ഞാൻ ഹീലിംഗ് എബിലിറ്റി ഇട്ടു കേട്ടോ. യൂസ് ആക്കി ഒട്ടനെ തന്നെ അവൻ എന്നെ ഫയർ ആക്കി. പക്ഷേ സെയിം ടൈം എൻ്റെ ലൈഫ് തിരിച്ച് ഇൻക്രീസ് ആവുന്ന സ്പീഡ് നിങ്ങൾ കണ്ടോ. ഒരു മീഡിയം റേഞ്ച് ഫൈറ്റ് ഒക്കെ ആണെങ്കിൽ ഓപ്പണിലാണെങ്കിൽ ശരി, ഈ സർക്കിളിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതുപോലെ ഫൈറ്റ്സ് എടുക്കാൻ പറ്റും. കാരണം എനിമീസ് അടിക്കുന്ന സെയിം ടൈം തന്നെ നമ്മുടെ ലൈഫും തിരിച്ച് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുക. ഇനി എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് നമ്മുടെ ടെലിപ്പോർട്ടേഷൻ ആണ്. അപ്പോൾ നമ്മൾ സോണിൻ്റെ വെളിയിൽ എൻ്റെ ഫ്രണ്ടിൽ ഒരു എനിമി ഉണ്ടെന്ന് വെച്ചോ, സോണിലേക്ക് കയറാനായിട്ട് ഞാൻ ജസ്റ്റ് ഈ പ്രൈമറി ഓപ്പൺ ആക്കുന്നു. ടെലിപ്പോർട്ടേഷൻ ഡിവൈസ് സോണിൻ്റെ പുറത്ത് ഞാൻ നിൽക്കുന്നിടത്തും സോണിൻ്റെ അകത്തായിട്ട് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ടും പ്ലേസ് ചെയ്തു. ഇനി ജസ്റ്റ് ഈ പ്രൈമറിന്ന് എക്സിറ്റ് ആവുക, നമ്മൾ ടെലിപ്പോർട്ടേഷൻ പോർട്ടലിൽ ടെലിപ്പോർട്ട് കൊടുക്കുക. ഇതുപോലെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സോണിൻ്റെ ഉള്ളിലൊക്കെ കയറാൻ പറ്റും. പിന്നെ ഇതിനൊരു റേഞ്ച് ഉണ്ട്, ആ റേഞ്ചിനുള്ളിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. ഇതിന് ഇവന്റിൽ പല ലൊക്കേഷൻസിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സാധനം കാണാൻ പറ്റും, സേക്രഡ് ബഡ്. ഇത് യൂസ് ആക്കാനായിട്ട് നിങ്ങളിത് പ്ലാൻ ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലോട്ട് ഇത് ജസ്റ്റ് ഇതുപോലെ ത്രോ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലൊരു ചെറിയൊരു പ്ലാന്റ് ഇതുപോലെ കളിച്ച് വന്ന് നിൽക്കും. അപ്പോൾ ഒരു മാപ്പിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഇത് പ്ലാൻ ചെയ്യാൻ പറ്റും. പ്ലാൻ ചെയ്തതിന് ശേഷം ഈ മാച്ച് കഴിഞ്ഞ് 4 മാച്ചിന് ശേഷം നിങ്ങൾ ഈ ലൊക്കേഷനിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ റിവാർഡ് കിട്ടും. ഇവിടെ ഇപ്പം ഞാനത് പ്ലാൻ ചെയ്തിട്ട് കളിക്കുന്ന 4ാമത്തെ മാച്ചാണ് ഇത്. ഇവിടെ ഇപ്പോൾ മാപ്പിൽ നിങ്ങൾ കണ്ടോ, ആ പ്ലാന്റിന് ഒരു ടൈമർ ഒക്കെ കൊടുത്തിട്ട് ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ പ്ലാന്റ് പ്ലക്ക് ചെയ്യാൻ ടൈമായി. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ആ ടൈമർ തീരുമ്പോഴത്തേക്ക് ഞാൻ ഈ പ്ലാന്റിന്റെ അടുത്തെത്തി. ഇവിടെ ഇപ്പോൾ പ്ലാന്റ് മൊത്തത്തിൽ ചേഞ്ച് ആവുന്നുണ്ടോ. ഇനി നിങ്ങൾ ഇതിന്റെ അടുത്തേക്ക് വരിക, ഓപ്പൺ കൊടുക്കുക. ഇനി ഇതിൽ നിന്ന് നമുക്ക് വലിയ ലൂട്ടൊന്നും കിട്ടില്ല. റാൻഡം ആയിട്ട് ഏതൊരു ഒരു ഗണ്ണും അതിന്റെ അറ്റാച്ച്മെന്റ്സും സ്കോപ്പും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. പണ്ട് നമ്മൾ പറയാറില്ലേ, ആവുന്ന കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാന്ന്. അതേ ഒരു സിസ്റ്റമാണ് ഇതിൽ. പഴയ ഇവന്റിലെ പൗനിനെ പോലെ ഈ അപ്ഡേറ്റിൽ ഒരു സാധനം വന്നിട്ടുണ്ട്, ബാർക്കിൾ, അതായത് നമ്മുടെ ഗ്രൂട്ട്. അപ്പോൾ അതിനെ എടുക്കാനായിട്ട് നിങ്ങൾ ജസ്റ്റ് മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഫാമിലും റൂയിൻസിലുമായിട്ട് നിങ്ങൾക്ക് ഗ്രൂട്ടിൻ്റെ ലൊക്കേഷൻ കാണാൻ പറ്റും. ഒരു മാച്ചിൽ ഇതിൽ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലായിട്ട് ഗ്രൂട്ട് ഉണ്ടാവും. ജസ്റ്റ് ആ ലൊക്കേഷനിലേക്ക് ഇല്ല, ഗ്രൂട്ടിൻ്റെ അടുത്ത് ഇല്ല, ഹയർ കൊടുക്കുക. ഇവൻ നമ്മുടെ പൗനിനെ പോലല്ല, നമ്മൾ വെഹിക്കിളിൽ കയറി ട്രാവൽ ചെയ്യാൻ നേരം ഇതുപോലൊരു ആനിമേഷൻ കാണിക്കും. അതായത് ഗ്രൂട്ട് മണ്ണിന്റെ അടിയിലേക്ക് പോയി, നമ്മുടെ വെഹിക്കിൾ എവിടെയാണോ സ്റ്റോപ്പ് ആക്കണേ അപ്പോൾ ഗ്രൂട്ട് മണ്ണിന്റെ അടിയിൽ നിന്ന് വീണ്ടും തിരിച്ചു വരും. പിന്നെ ഇത് PUBG മൊബൈലാണ്. ഇനി BGMI വരുമ്പോൾ എന്തരാവും എന്തോന്ന് നമുക്ക് നോക്കാം. ഇനി ഈ ബാർക്കിളിനെ ഹയർ ചെയ്ത് കഴിയുമ്പോഴും നമ്മുടെ സ്ക്രീനിൽ വേറൊരു ജോയ്സ്റ്റിക്കും കൂടെ കാണാൻ പറ്റും. ഇതാണ് ബാർക്കിളിനെ കൺട്രോൾ ചെയ്യാനുള്ള ജോയ്സ്റ്റിക്ക്. ഇതിലിപ്പോൾ ഞാൻ ഹൈഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്താ സംഭവിക്കുന്നത് നോക്കിയോ. ഹൈഡ് കൊടുക്കുന്ന ഉടനെ തന്നെ ബാർക്കിൾ ഏത് ലൊക്കേഷനിലാണോ നിൽക്കുന്നത് അവിടെ അങ്ങ് കിടക്കും. ഈ റാങ്കിലായതുകൊണ്ട് അത്യാവശ്യം പെട്ടെന്നൊന്നും സ്പോട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇനി നമുക്ക് ഡിഫെൻഡ് കൊടുക്കാം. ഡിഫെൻഡ് കൊടുക്കുമ്പം ബാർക്കിൾ നമ്മളെ കവർ ചെയ്തുകൊണ്ട് ഒരു ഷീൽഡ് പോലെ ഇതുപോലെ പോയി നിൽക്കും. ഇനി നമ്മളിതിൽ സെർച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാർക്കിൾ അടുത്തുള്ള ലൊക്കേഷൻസിൽ പോയിട്ട് നല്ല ഗൺസ് ഒക്കെ ഇതുപോലെ മാർക്ക് ചെയ്ത് തരും. ഇനി ബാർക്കിളിൻ്റെ അടുത്ത എബിലിറ്റി നമ്മളെ ക്യാരി ചെയ്യാൻ പറ്റുന്ന എബിലിറ്റിയാണ്. ജോയ്സ്റ്റിക്കിൽ നമ്മൾ ക്യാരി കൊടുത്തു കഴിയുമ്പോൾ ബാർക്കിൾ നമ്മളത് ഇതുപോലെ മുതുകത്തെടുക്കും. ഇനി നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അത് ഈ ജോയ്സ്റ്റിക്കിനകത്ത് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആ ലൊക്കേഷനിലേക്ക് ബാർക്കിൾ ഇതുപോലെ കൊണ്ടുപോകും. ഈ ബാർക്കിൾ റൈഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം സ്പീഡ് ഉണ്ട്, കുഴപ്പമില്ല. നിങ്ങൾക്ക് എവിടെയാണോ ഇറങ്ങേണ്ടത് അവിടെ ഒന്നെങ്കിൽ ഓഫ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ക്യാൻസൽ ആക്ഷൻ കൊടുത്താലും മതി. ഇനി നമ്മൾ എനിമീസ് ഫയർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഹീൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ബാർക്കിൾ വന്നിട്ട് നമ്മളെ ഹീൽ ചെയ്ത് തരും. ഇനി നമ്മൾ അറ്റാക്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലുള്ള എനിമിയുടെ അടുത്ത് പോയിട്ട് ബാർക്കിൾ ഇതുപോലെ കല്ലെടുത്ത്. ഈ ഒരു സംഭവം നമുക്കൊരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് യൂസ് ആക്കാൻ പറ്റും. ബാർക്കിൾ ഫയർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഫ്ലാങ്ക് ചെയ്ത് ചെന്ന് എനിമീസിനെ അടിക്കാൻ പറ്റും. ഇനി നമ്മൾ ഒരു ആക്ഷൻ നമ്മൾ ക്രൗച്ച് ചെയ്യുന്ന ടൈമിൽ ബാർക്കിൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ ബാർക്കിൾ അങ്ങനെ കിടക്കും. നമ്മൾ വീണ്ടും എണ്ണിക്കുന്ന ടൈമിൽ ബാർക്കിൾ എണ്ണിക്കും. അപ്പോൾ അതാണ് ബാർക്കിളുടെ പവേഴ്സ്. PUBG മൊബൈലിലെ ബാർക്കിളുടെ പവേഴ്സ്. ഇനി BGMI വരുമ്പോൾ എന്താവുമെന്ന് നമുക്ക് നോക്കി കാണാം. അടുത്തതായിട്ട് വന്നിരിക്കുന്ന ഒരു പുതിയൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ ഇതുപോലെ ചേർന്ന് കിടന്നിട്ട് നമുക്ക് തിരിയാൻ പറ്റില്ലായിരുന്നു നേരത്തേക്ക്.
പക്ഷേ ഈ അപ്ഡേറ്റ് മുതൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ തിരിയാൻ പറ്റും. ഇത് അത്യാവശ്യം നൈസ് ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഏതെങ്കിലും ഒബ്സ്റ്റിക്കിൾസിൻ്റെ ഒക്കെ അടുത്ത് വിട്ട് നമ്മൾ കിടന്നിട്ട് പെട്ടെന്ന് ടേൺ ചെയ്യാനൊക്കെ നോക്കുമ്പോൾ പറ്റില്ലായിരുന്നു നേരത്തെ, പക്ഷേ ഇപ്പോൾ ഇത് ഈസി ആയിട്ട് പറ്റും. ഈ പ്രൈമുഡ് ജെനസിസ് മോഡ് ലിവിക്കിലും വരുന്നുണ്ട്. ലിവിക്കിൽ 2 മെയിൻ ഇവന്റ് ആണ് കേട്ടോ ടോട്ടലി വരുന്നത്. ഒന്ന് നമ്മുടെ മിഡ്സ്റ്റീനിലും ഒന്ന് നമ്മുടെ ബ്ലൂംസ്റ്ററിലും. മെയിൻ ഇവന്റ് മാത്രമല്ല ബാർക്കിലും ഉണ്ട്. ബാർക്കിൽ നമ്മുടെ ഗ്രോണസിലാണ് കേട്ടോ. ഈ മെയിൻ ഇവന്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് ബ്ലൂംസ്റ്ററിലെ മെയിൻ ഇവന്റ്. നമ്മുടെ ഇറാങ്കിലെ പോലെയല്ല, ലിവിക്കിലേക്ക് വരുമ്പോൾ 3-4 ബിൽഡിങ്സേ ഉള്ളൂ കേട്ടോ ടോട്ടലി. ഇനി നമ്മുടെ അടുത്ത മെയിൻ ഇവന്റ് മിഡ്സ്റ്റീനില്ല. മിഡ്സ്റ്റീനിലും സെയിം അവസ്ഥ തന്നെ, 2-3 ബിൽഡിങ്സ് മാത്രമേ ഉള്ളൂ. ഇനി മിഡ്സ്റ്റീൻ്റെ മെയിൻ ബിൽഡിങ്ങിന്റെ പുറകിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ വലിയൊരു മരം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ ഇറാങ്കിലുള്ള പുതിയ ആനിമൽ ഇല്ലേ, ചെറി ബ്ലോസം ഡിയർ, അത് നമ്മുടെ ലിവിക്കിലും ഉണ്ട്. 2 മെയിൻ ഇവന്റിന്റെ സൈഡിൽ നോക്കിയാലും നിങ്ങൾക്ക് ഈ ഒരു ഡിയറിനെ കാണാൻ പറ്റും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലിവിക്കിൽ ഗ്രോണസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ബാർക്കിളിനെയും കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ലിവിക്കിൽ വരാൻ പോകുന്ന 4.2 അപ്ഡേറ്റിന്റെ ചേഞ്ചസ്. ഇനി ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, വൈൻ പവറും സ്കോർപ്പിയോൺ പവറും. എനിക്ക് തോന്നുന്നു ഇത് രണ്ടും അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ ഏതൊരു 10-15 മാച്ച് കളിച്ചിട്ടും ഈ 2 ഐറ്റംസും എനിക്ക് കിട്ടിയിട്ടില്ല. അതെന്തായാലും എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി, കാരണം അത് ഇച്ചിരി ഓവർ പവേർഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ഒന്നും ആവശ്യം സത്യത ഉണ്ടായിരുന്നില്ല. അല്ലാണ്ട് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാങ്കിളിൽ ടോട്ടലി 5 ഇവന്റ്സ് ഒക്കെ വന്നതുകൊണ്ട് കുറച്ചും കൂടെ ഫെയർ ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയും. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ വീഡിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എടുത്ത എഫേർട്ടിന് വേണ്ടിയിട്ട് ഒരു ലൈക്കും കമൻറ്റും ചെയ്തു തരാം. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. സീ യു ഗൈസ് ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.